ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരിടത്ത് ഒരു കർഷകൻ്റെ പറമ്പിൽ ഒരു മാവിൻ തൈ മുളച്ചു വന്നു. അവരെല്ലാവരും അതിന് ദിവസവും വെള്ളമൊഴിച്ചു അതിനെ വളരെയേറെ പരിപാലിച്ചു പോന്നു. എന്നാൽ ക്രമേണ ആ മാവ് വളർന്നു വലുതായി. അത് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങി. ഫലങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായ ഒരു സംഭവമുണ്ടായി. ഇന്നലെ വരെ അതിനെ പരിപാലിച്ചവർ തന്നെ അതിനു നേരെ കല്ലെറിയാൻ തുടങ്ങി. കല്ലെറിഞ്ഞപ്പോൾ അവർക്ക് ഫലങ്ങൾ ലഭിക്കുകയും അവർ സന്തുഷ്ടരായി മടങ്ങിപ്പോകുകയും ചെയ്തു. ഈ മാവിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ വളർന്നു വലുതാകുന്നത് വരെ, അല്ലെങ്കിൽ ജീവിതത്തിൽ സഫലത നേടുന്നത് വരെയും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചവർ തന്നെ നിങ്ങൾ ആർജിക്കേണ്ടത് ആർജിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കെതിരെ കല്ലെറിയുന്നുണ്ടാവും. ഈ കല്ലേറുകളെ എങ്ങനെയാണ് നാം ചെറുത്തു നിൽക്കുക? തീർച്ചയായും നമ്മുടെ ജീവിതത്തെ അപകടത്തിലാക്കുന്ന ഘട്ടങ്ങളിൽ നാം പ്രതികരിക്കുക തന്നെ വേണം. എന്നാൽ ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ചില വൃക്ഷങ്ങളെ മാത്രം ആളുകൾ കല്ലെറിയുന്നത്? എന്തുകൊണ്ടാണ് ചില വൃക്ഷങ്ങളെ കല്ലെറിയാത്തത് എന്ന്? അഥവാ നിങ്ങൾക്ക് നേരെ കല്ലേറ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബലവൃക്ഷമാണ് എന്നാണ് അതിനർത്ഥം. അതായത് നിങ്ങളിൽ നിന്ന് എന്തോ ലഭിക്കുവാനുണ്ട് എന്നർത്ഥം. ഒന്നും ലഭിക്കുവാനില്ലാത്ത ആരും കല്ലെറിയില്ല. കല്ലേറിൻ്റെ അർത്ഥം തന്നെ നിങ്ങളിൽ സമ്പുഷ്ടമായി എന്തോ നിലനിൽക്കുന്നു എന്നും അത് സ്വന്തമാക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് എന്നുമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്നതാണ്. ഞാനൊരു പടുമരമല്ല, ഫലസമ്പുഷ്ടമായ വൃക്ഷം തന്നെയെന്ന്. ഒരു പക്ഷേ നിങ്ങൾ ഫലമില്ലാത്ത ഒരു വൃക്ഷമായിരുന്നെങ്കിൽ നിങ്ങളെ ആരും തിരിഞ്ഞു നോക്കില്ലായിരുന്നു. എതിർപ്പുകൾ, വിമർശനങ്ങൾ, കുത്തുവാക്കുകൾ, ഉപദ്രവങ്ങൾ ഇവയെല്ലാം സഹിക്കേണ്ടി വരുന്നുവെങ്കിൽ നിങ്ങളിൽ എന്തോ സമൃദ്ധമായി ഉണ്ട് എന്നാണർത്ഥം. ഇക്കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരഭിമാനമുണ്ടാകുന്നതാണ്. ഈ അഭിമാനത്തിൽ നിന്നും നിങ്ങൾക്കൊരു ശക്തിയുണ്ടാകുന്നതാണ്. ഈ ശക്തിയിൽ നിന്നും നിങ്ങൾക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള സാഹസമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിമർശനങ്ങളോ ഉപദ്രവങ്ങളോ പോലെയുള്ള കല്ലേറ് വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വില കുറച്ച് കാണേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സാരം. കാരണം ഫലം നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിലേക്ക് മാത്രമേ കല്ലേറുകൾ വരികയുള്ളൂ. ചിന്തിച്ചു നോക്കൂ.